പാലക്കാട് പുതുശ്ശേരിയിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിവിധ സർക്കാർ വകുപ്പുകളുടെ റിപ്പോർട്ട്. സാനിറ്ററി ലാൻഡ്ഫിൽ പദ്ധതി വന്നാൽ കാർഷിക മേഖല തകരുമെന്ന് കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടുണ്ട്. മലിനജലം മലമ്പുഴ ഡാമിൽ എത്തുമെന്ന് ജലസേചന വകുപ്പും ആശങ്കപ്പെടുന്നു. വനം വകുപ്പും പദ്ധതി വന്യമൃഗങ്ങളെ ബാധിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ് സാനിറ്ററി ലാൻഡ്ഫിൽ മാലിന്യ പ്ലാന്റ് വരുന്നത്. ഖരമാലിന്യങ്ങൾ ഭൂമിക്കടിയിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. മലമ്പുഴ ഡാമിന്റെ സമീപത്ത് സാനിറ്ററി ലാൻഡ്ഫിൽ പദ്ധതി വന്നാൽ ലക്ഷക്കണക്കിന് മനുഷ്യർ കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന മലമ്പുഴ ഡാമിലേക്ക് മലിനജലം ഒഴുകിയെത്തുമെന്നും വിശദമായ പഠനം ആവശ്യമാണെന്നും കാണിച്ച് ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കത്ത് നൽകി. മാന്തുരുത്തിയിൽ തന്നെയുള്ള ഇമേജ് എന്ന മെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് മൂലം കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പുതിയ മാലിന്യ പ്ലാന്റ് വന്നാൽ കൃഷിയെയും ജലത്തെയും മനുഷ്യനെയും ബാധിക്കുമെന്നും കൃഷി വകുപ്പും റിപ്പോർട്ട് നൽകി. മാലിന്യ സംസ്കരണ പ്ലാന്റ് വന്നാൽ വന്യജീവികളെ ബാധിക്കുമെന്നും വനം വകുപ്പും റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്രയും വകുപ്പുകളുടെ എതിർപ്പുണ്ടായിട്ടും മാലിന്യ പ്ലാന്റുമായി മുന്നോട്ട് പോകാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നീക്കം. പല ഹൈക്കോടതികളും ആനത്താരയിൽ നിർമ്മിച്ച പല നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിച്ചു കളയാൻ പറഞ്ഞ ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയുമായി സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന പണം അതൊരു പാഴ്ചിലവായി മാറാനാണ് സാധ്യത. നാട്ടുകാരുടെയും വിവിധ വകുപ്പുകളുടെയും എതിർപ്പ് മറികടന്നാണ് സ്വകാര്യ ഭൂമി വാങ്ങാൻ ശ്രമം നടക്കുന്നത്. മീഡിയ 1 പാലക്കാട്.